ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് ദിനംപ്രതി കേരളക്കരയെ ആകെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെയും മുൻ ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്തിനെയും പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു. ഇനി അടുത്തത് ഇരുവരുടെയും അറസ്റ്റായിരിക്കും നടക്കാൻ പോകുന്നതെന്ന് നമുക്കെല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു. അങ്ങനെ ഈ വിഷയത്തിൽ ഒരു മുൻ മന്ത്രി അകത്താകാൻ പോവുകയാണ്. ഇതിനൊക്കെ പുറമെ കഴിഞ്ഞ ദിവസം 2 CI കൂടി ഉൾപ്പെടുത്തി SIT സംഘത്തെ വിപുലീകരിച്ചിരുന്നു. എന്നാൽ ആ CI CPM-മായി അടുത്ത ബന്ധമുള്ളതായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ കണ്ടെത്തി. ഇത് അന്വേഷണ സംഘത്തിന്റെ വീഴ്ചയാണെന്നും ഇനി എന്തടിസ്ഥാനത്തിൽ ഈ കേസിന്റെ അന്വേഷണത്തെ വിശ്വസിക്കുമെന്നും അദ്ദേഹം ചോദിച്ചു. സത്യം പറഞ്ഞാൽ ഈ ഒരു അട്ടിമറി ഈ വിഷയത്തിൽ സർക്കാരിന്റെ പങ്ക് മറച്ചുവെക്കാനുള്ള ഒരു തന്ത്രം മാത്രമാണെന്ന് എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞതാണ്. ഇപ്പോഴിതാ വീണ്ടും ഞെട്ടിച്ചുകൊണ്ട് അടുത്ത കണ്ടെത്തലുമായി SIT സംഘം രംഗത്ത് വന്നിരിക്കുകയാണ്. ശബരിമലയിൽ ഒന്നും തന്നെ ബാക്കി വെച്ചിട്ടില്ല. അതായത് ശബരിമലയിലെ പ്രഭാമണ്ഡലത്തിലെ സ്വർണവും കൊള്ളയടിച്ചു. 7 പാളികളിലെ സ്വർണമാണ് കൊള്ളയടിക്കപ്പെട്ടത്. കട്ടിളപ്പാളികൾക്ക് മുകളിലുള്ള ശിവരൂപം, വ്യാളി രൂപം എന്നിവയിൽ പൊതിഞ്ഞ സ്വർണവും തട്ടിയെടുത്തു. SIT കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലാണ് ഈ സുപ്രധാന കണ്ടെത്തലുകളുള്ളത്. 41 ദിവസത്തെ കഠിന വ്രതമെടുത്ത് കല്ലും മുള്ളും ചവിട്ടിക്കയറി സന്നിധാനത്തെത്തുന്ന കോടിക്കണക്കിന് ഭക്തർക്ക് പിണറായി വിജയന്റെ സർക്കാർ നൽകുന്ന സമ്മാനമാണ് ശബരിമലയിലെ ഈ മോഷണം. ഏതായാലും ഈ പുതിയ കണ്ടെത്തലോടെ സർക്കാർ തകർന്ന് തരിപ്പണമാകുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. ഇങ്ങനെ ഓരോന്നോരോന്ന് പുറത്തായി വരുംതോറും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സർക്കാരിന്റെ തുടർഭരണം എന്ന സ്വപ്നം മങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വിഷയത്തിൽ പ്രതികൾ ഹാജരാക്കിയ സ്വർണത്തെക്കാൾ കൂടുതൽ സ്വർണം ഇനിയും കണ്ടെത്താനുണ്ടെന്നും അധിക സ്വർണം കണ്ടെത്താൻ അന്വേഷണം തുടരുകയാണെന്നുമാണ് SIT റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. പണിക്കൂലിയായി എടുത്ത സ്വർണം കേസിലെ പ്രതിയായ സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരി SITക്ക് മുന്നിൽ ഹാജരാക്കി. 109.243 ഗ്രാം സ്വർണമാണ് SITക്ക് കൈമാറിയത്. അങ്ങനെ വ്യാപകമായി അയ്യപ്പന്റെ സ്വർണം കട്ടെടുക്കുകയായിരുന്നു. ഇതെല്ലാം ചെയ്തത് അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രി അറിയാതെയാണെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. കടകംപള്ളി സുരേന്ദ്രന് ഇപ്പോഴും ഇത് ഇത്ര ധൈര്യത്തോടെ പറയണമെങ്കിൽ, ഇത്രയും ധൈര്യത്തോടെ നിൽക്കണമെങ്കിൽ തനിക്ക് മുകളിലുള്ളവരും മോഷണത്തിന് കൂട്ടുനിന്നിട്ടുണ്ടാവുമെന്ന് ഉറപ്പാണ്. അവരാണ് അന്വേഷണ സംഘത്തെ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് തന്നെ രക്ഷിക്കാൻ മുകളിലുള്ളവർ ഒപ്പമുണ്ടാകും എന്നുറപ്പിച്ചിട്ടാണ് കടകംപള്ളിയുടെ ഓരോ നീക്കവും. ജയിലിൽ കിടക്കുന്ന പത്മകുമാർ കടകംപള്ളിയുടെ പേര് പറഞ്ഞതായിട്ടാണ് അറിയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു തവണ ചോദ്യം ചെയ്തിരിക്കുന്നു. ഇനിയും ചോദ്യം ചെയ്യും എന്നാണ് അറിയുന്നത്. SITക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും സമ്മർദ്ദം കൊടുക്കുന്നുണ്ടെങ്കിലും 5-ാം തീയതി ഹൈക്കോടതി ചില കാര്യങ്ങൾ പറയും. അതോടെ ഏതാണ്ടൊക്കെ തീരുമാനമാകും. പിന്നീട് എല്ലാവരും ഉറ്റുനോക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കായിരിക്കും. CPM-ന്റെ എല്ലാ നേതാക്കളും, അതായത് പിണറായി ഭരണകാലത്ത് ദേവസ്വവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച എല്ലാ CPM നേതാക്കളും അറസ്റ്റിലാകുന്നതോടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാജിയായിരിക്കും പിന്നീട് കേരളം കാണാൻ പോകുന്നത്. അത്രയ്ക്കും അയ്യപ്പന്റെ സ്വർണമാണ് പിണറായി കാലത്ത് മോഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്.